ശ്രീമതി നുസ്രത് ജഹാൻ, പഹൽഗാം ഭീകരാക്രമണം നടന്ന പശ്ചാത്തലവും സാഹചര്യവുമൊക്കെ എല്ലാവരും കണ്ടതാണ്. അവിടെ തിരഞ്ഞു പിടിച്ചുള്ള കൊലപാതകം. കലിമ ചൊല്ലാൻ പറയുന്നു, ഒരു പ്രത്യേക മതവിഭാഗമാണോ എന്ന് തിരഞ്ഞു പിടിച്ച് നോക്കി തന്നെയാണ് ഓരോരുത്തരുടെയും തലയിലേക്ക് നിറതോക്ക് ചൂണ്ടിക്കൊണ്ട് വെടിവെച്ച് അവരെ നിലത്തിട്ടത്. അത് ഒരു പൊതു ഇടത്താണ് എന്നുള്ളതാണ്. കുറച്ചുപേരെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും വെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തി എല്ലാവരെയും ഒരുമിച്ച് കൊല്ലുകയോ അല്ല ചെയ്തത്. പകരം അവർക്ക് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അവർ പറയുന്ന വാക്കുകൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരം മതചിഹ്നങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൊല നടത്തിയത്. അതുമാത്രമല്ല, പിന്നീട് അവർ കേന്ദ്രീകരിച്ചത് ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും മാത്രം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ പാക് ആക്രമണങ്ങൾ എന്തിനെയൊക്കെയാണോ ലക്ഷ്യം വെച്ചത് എന്നുള്ളതിനെ നിശബ്ദമാക്കിക്കൊണ്ട്, അതല്ല ഇവിടെ മതം ചേർത്തത് BJP സർക്കാരാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മതം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നല്ലോ, പിന്നീട് എന്തുകൊണ്ടാണ് ഈ തലയരിഞ്ഞിടുമ്പോൾ അവിടെയൊന്നും മതം വരുന്നില്ല, പകരം ആക്രമണവും പ്രത്യാക്രമണവും തിരിച്ചടിയും ഒക്കെ നടത്തുമ്പോൾ അവിടെ മതം കുത്തിത്തിരികിയതാണ് എന്ന് പറയുന്നത്? മതത്തിന്റെ ചോദ്യം ഇവരോടനെ ചോദിക്കേണ്ടേ. ഇനി കൂടുതലും ജാതി സെൻസസ് എടുത്തിട്ട് മതം വരാൻ പോവാണ്. അപ്പോഴും BJPന്റെ മേലെ തന്നെ ഇവരിടും. എല്ലാത്തിനും തുടക്കം കൊടുക്കും. ഇപ്പോ 2 മാസം മുമ്പ് POKയിൽ നടന്ന പാകിസ്ഥാനും മറ്റേ ഹമാസ് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നടന്ന ഒരു വലിയൊരു കോൺഫറൻസിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജിഹാദ്, ഇറ്റ് ഈസ് ടൈം to attack ഇസ്ലാമിക് ജിഹാദ് ഇൻ ഇന്ത്യ. അതായിരുന്നു POKയില്. നമ്മളെ രാജ്യമാണ് POK പറയുമ്പോൾ നമുക്ക് നമ്മളതാണ്. അവിടെ വെച്ച് ആഹ്വാനം ചെയ്ത് ഇറ്റ്സ് ടൈം ഫോർ ഇസ്ലാമിക് ജിഹാദ് ഇൻ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പോലും ആയിട്ടില്ല, കോഴിക്കോട് കടപ്പുറത്ത് കോൺഗ്രസിന്റെ അലയൻസ് പാർട്ടിയായ മുസ്ലിം ലീഗ് ആയിരുന്നില്ലേ, റംലാൻ മാസത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവിടെ വന്ന അവർക്കും ആ നേതാക്കന്മാർക്കും അവരിലെ മരിച്ചുപോയ ആൾക്കാർക്കും വേണ്ടി ദുആ നടന്നു ഹമാസിന്റെ പേരില്. ഹമാസിന് വേണ്ടിയിട്ട് പറയുമ്പോ തീവ്രവാദ സംഘത്തിന്റെ തലവന്മാർക്ക് വേണ്ടി കോഴിക്കോട് കടപ്പുറത്ത് നടന്നത് കോൺഗ്രസ് കണ്ടില്ലേ? കോൺഗ്രസിന്റെ ആൾക്കാരും അതിൽ പങ്കെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. എന്തായാലും അലയൻസ് പാർട്ടി അങ്ങനത്തെ ഒരു ആഹ്വാനം ചെയ്യെങ്കിൽ അത് തീർച്ചയായിട്ടും മതത്തിന്റെ കാര്യം കോൺഗ്രസ് തന്നെ എടുത്ത്. യുദ്ധം തുടങ്ങിയ 2ാമത്തെ ദിവസം കോൺഗ്രസിന്റെ ട്വീറ്റായിരുന്നു, ഡിലീറ്റ് ആക്കി കളഞ്ഞു. തലയില്ലാത്ത ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് ട്വീറ്റ് ചെയ്തു. അതെടുത്താണ് പാകിസ്ഥാൻ മന്ത്രിമാരും മറ്റും നമ്മളെ കളിയാക്കിയത്. ഒരു കോൺഗ്രസ് ഏറ്റവും പ്രധാന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ട്വീറ്റിന് പോണ തലയില്ലാത്ത കാശ്മീർ. അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ തലയില്ലാത്ത ഒരു തലയില്ലാത്ത പ്രധാനമന്ത്രി. അപ്പൊ ഈ ഒരു സംഭവം ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി എവിടെ എന്നുള്ള തലക്കെട്ടായിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ മണിക്കൂറുകൾക്കകം ശ്രീമതി നുസ്രത് ജഹാൻ ശ്രദ്ധിച്ചിരിക്കും, കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന് മറുപടി വന്നു. പ്രധാനമന്ത്രി നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹം എങ്ങും പോയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ ബീഹാറിൽ പോയി അയാള് തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പോയത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. അവിടെ വെച്ച് അയാള് സത്യത്തില് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പേടിച്ചരണ്ടിരിക്കാതെ, നമ്മളെ യുദ്ധത്തിന്റെ ഭീതി അറിയിക്കാതെ 26 പേരെ തോക്കിന് മുന്നിൽ നിർത്തി വെടിവെച്ച് ജാതി ചോദിച്ച് പിന്നിട്ടിട്ടു തിരിച്ചടിക്കും, ഞാൻ തീവ്രവാദം ഇല്ലാതാക്കും. ജാതിയെ പറ്റി നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചിട്ടില്ല. ഇവർക്ക് തക്കതായ മറുപടി കൊടുക്കൂ, ഇവിടുത്തെ ജനങ്ങളെ ഉപദ്രവിച്ചതുണ്ടെങ്കിൽ കൊടുക്കും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനും അദ്ദേഹത്തിന്റെ മേലെ വിമർശനം വന്നു. യുദ്ധം ഉണ്ടായിട്ട് യുദ്ധത്തിന് തിരിച്ചടിക്കില്ല. ഈ പ്രതിപക്ഷ നേതാവ് ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടീന്റെ പേരക്കുട്ടിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് അറിയില്ല, യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ അതിന് തീരുമാനങ്ങളും ലോകരാജ്യങ്ങളും ആയിട്ട് ചർച്ച ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ പ്രിപ്പറേഷൻ വേണം, മിലിറ്ററി എല്ലാം. പെട്ടെന്നൊരു യുദ്ധത്തിന് നമ്മൾ ഒരുക്കായിരുന്നില്ലല്ലോ, യുദ്ധവും നമ്മൾ ഒരുക്കായിരുന്നില്ല. പിന്നെ ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരം മാറ്റ. അതെ, ശ്രീമതി നുസ്രത് ജഹാൻ, വളരെ രസകരമായ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് പ്രധാനമന്ത്രി പല വേദികളിലും സജീവമായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഇങ്ങനെ കൊച്ചു കേരളത്തിലും വിഴിഞ്ഞം പദ്ധതിക്കായി വരികയുണ്ടായി. പക്ഷെ അതെല്ലാം തികച്ചും ആസൂത്രിതമായിരുന്നു. കാരണം ഈ പാകിസ്ഥാന്റെ ചാരക്കണ്ണുകൾക്ക് ഭാരതം എന്താണ് അടുത്തു ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും എത്താതിരിക്കാൻ തക്കവണ്ണം പ്രധാനമന്ത്രി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം ആ മെയ് 5, 6, 7 തീയതികളിൽ ഭാരതത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ശ്രദ്ധ
മുഴുവൻ ഭാരതത്തിനകത്തു മാത്രമായിരിക്കും എന്ന് ചില വിധികൾ കരുതി. പക്ഷേ എത്ര കൃത്യമായാണ് രാത്രി ആ കനത്ത പകരം നൽകിയത് എന്നുള്ളതാണ്. അതും പോയിന്റ് വെച്ചിട്ട് ആ മിലിറ്ററി ഓഫീസേഴ്സ് ആ പോയിന്റുകൾ ഏറ്റവും ഒറ്റ സിവിലിയൻസിന്റെ മേലെയും നമ്മൾ ഉന്നം വെച്ചിട്ടില്ല. എല്ലാ 9 കേന്ദ്രങ്ങളും ടെററിസ്റ്റുകളുടെ മേലെ തന്നെയായിരുന്നു ഉന്നയിച്ചത്. അത് ശക്തമായിട്ട് ചെയ്യാനും ഭാരതത്തിന് സാധിച്ചു. ഭാരതത്തിന്റെ മിലിറ്ററിക്ക് ഇപ്പൊ പറയും പ്രധാനമന്ത്രിയില്ല, പ്രധാനമന്ത്രിന്റെ ഉത്തരവില്ലാതെ മിലിറ്ററി പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യോ? മിലിറ്ററി എന്തെങ്കിലും ചെയ്യോ? അപ്പൊ പറയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തിമതിയായിരുന്നു പ്രധാനമന്ത്രി. 1971 POK ആ സമരം ലാഹോർ വരെ എത്തിയ ഇന്ത്യൻ പട്ടാളക്കാരെ പിടിച്ച് കേറിയിട്ടും അവരുടെ 9000 ആൾക്കാരെ ഇവിടെ പിടിച്ചു വെച്ചിട്ടും നമ്മള് അവിടെ ഒരു അടച്ചിട്ട മുറിയിൽ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി എന്ത് സംഭവിച്ചു, നമ്മളുടെ പിടിച്ച റെഫ്യൂജികൾക്ക് എന്ത് സംഭവിച്ചു അവിടെ എന്നുള്ളത് പോലും നമുക്ക് അറിയുന്നില്ല. ആ സ്ഥലം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ തടവുകാരെ നമ്മൾ വിട്ടയച്ചിരുന്നു. ഇന്ത്യന്റെ തടവുകാർക്ക് എന്ത് പറ്റിയെന്ന് പോലും കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ തരാൻ അന്ന് പറ്റിയിട്ടില്ല. ഇന്നും പറ്റൂല അത്. പിന്നെ അങ്ങനത്തെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറക്കരുത്. കാരണം ഇന്ന് എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ഇന്നിപ്പോ നമ്മൾ കണ്ടു മിലിറ്ററി എങ്ങനെയാണ് നമ്മുടെ സുവർണ ക്ഷേത്രം സംരക്ഷിച്ചതും ഇത് എന്താണ് ഇന്ത്യന്റെ ശക്തി എങ്ങനെ ചെയ്തു എന്ന് പറയും. അല്ലാതെ തലേ ദിവസേ വന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണോ? ഇപ്പൊ വർക്കാതെ തന്നെ നമ്മുടെ പഞ്ചാബ് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോ അവര് ഓടിപ്പിച്ചു വിട്ടു പട്ടാളം. കാരണം ആ ഏരിയ ഇപ്പൊ മിസൈൽ വീണ ഏരിയകളും ഇതൊക്കെ വന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫി ഒരു ന്യൂസും അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി അവിടുന്ന് വിട്ടു. നിങ്ങൾ വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു. അത്ര പോലും ജനങ്ങൾ പോലും അതിൽ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് അകത്തുള്ള ഇപ്പൊ ഈ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർക്ക് അതിന്റെ വേദന അറിയാം. എന്താണ് മുറിവ്, എന്താണ് രാഷ്ട്രം വെട്ടിപ്പൊളിച്ചാല്. നമ്മളെ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു രൂപവും ഇല്ല. ഇപ്പൊ നമ്മളെ പഞ്ചാബികളെ കാര്യം ഞാൻ എപ്പോഴും എടുത്ത് പറയട്ടെ, അവരാണ് ഏറ്റവും അധികം വിഷമിച്ച ആ സമയത്ത്. കാരണം അവർക്കാണ് എല്ലാത്തിലും ഇപ്പോഴും അവരുടെ ഈ ഡ്രോണുകൾ ഉള്ളത് കാരണം അവരുടെ ക്യാമ്പുകളിലേക്ക് മിലിറ്ററി വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചവർ വീട്ടിലേക്ക് പോയിട്ടില്ല. എപ്പോഴും ബോർഡറിൽ ഇരിക്കുന്ന ആൾക്കാര് നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത് ഒരു യുദ്ധകാലത്തില്? പിന്നെ ജാതി പറയണമെന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറയും മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോത്തുറാൻ ഗോഡ്സേനെ പറ്റിയിട്ട് പറയണേ. സിലബസ് മാറ്റി NCERT-യില്. അപ്പൊ അതിലെന്തുകൊണ്ട് ഈ സിലബസ് അങ്ങനെ ഗോഡ്സെ എന്ന ഒരാള് ഗാന്ധിജി ഹിന്ദു ആയിരുന്നു, ഗോഡ്സെ ഹിന്ദു ആയിരുന്നു അല്ലെ? മുസ്ലിം അല്ലല്ലോ ഗാന്ധിജി, ക്രിസ്ത്യൻ അല്ലല്ലോ. അപ്പൊ ഈ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ എന്നൊരു ഹിന്ദു ആയിരുന്നു. വൈ ഡിഡ് ദാറ്റ്? അതെന്തിനു നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു ഇത്ര കൊല്ലം? കഴിഞ്ഞ കൊല്ലാണ് ടെക്സ്റ്റ് ബുക്ക് മാറ്റിയത്. ഹിന്ദു മുസ്ലിം അല്ലെ? ഹിന്ദു എന്തുകൊണ്ട് ഇത് ചെയ്തു? ഹിന്ദുവിന് എന്തായിരുന്നു ഗാന്ധിജി? ആ ആളെ പേര് വെക്കണം, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് വെക്കണം. അയാൾ അന്ന് ഹിന്ദു മഹാസഭയെന്ന് പോലും പുറത്തു വന്ന ആളാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മള് ജാതിയെ പറ്റി എന്നും പറയും. പിന്നെ ഈ പഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം തന്നെ പിന്നെയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടായത് എന്താണ്? ഇതിന്റെ എണ്ണം പറയില്ല. റഫേലുകൾ എത്ര മിസ്സായി, മിസൈലുകൾ എത്ര വിട്ടു. ഇതൊക്കെ നമ്മൾ ശത്രു രാജ്യത്തിന് അറിയാൻ ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ലൈവായി ഇപ്പൊ പറഞ്ഞല്ലോ എന്തൊക്കെ അറ്റാക്ക് ചെയ്തു, എന്തൊക്കെ പോയി, എന്തൊക്കെ വന്നു എന്നുള്ളത്. ഇപ്പം മിലിറ്ററി ശരിക്കും വരും. അതിന് പോലും സമയം കൊടുക്കാതെ സംഘികൾ ഉണ്ടാക്കിയ ഒരു പഹൽഗാം മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തള്ളിക്കാൻ വേണ്ടിയാണ് പഹൽഗാം ഉണ്ടാക്കിയത്. പുൽവാമ എന്താണ്? ആദ്യം ആ മതത്തിന്റെ ചീട്ടിറക്കി നോക്കി, അതും നടക്കാതായപ്പോൾ ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയെ പഴി പറയുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇതേ ഇന്റലിജൻസ് ബ്യൂറോ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത്.